സർക്കാർ ഗവർണർ പോര് അതിമൂർധന്യ അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് നമ്മുടെ മുഖ്യമന്ത്രി ഇവിടെ ഇല്ലാതിരുന്നത്. പക്ഷെ അദ്ദേഹം തിരിച്ചെത്തി മറ്റ് നിരവധി പ്രശ്നങ്ങൾ കിടക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ അദ്ദേഹം ഗവർണറെ പോയി കാണുകയാണ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഗവർണറുടെ മുമ്പിൽ പിണറായി വിജയൻ മുട്ടുകുത്തി എന്നുള്ളതിൻ്റെ തെളിവുകളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്നലെ തന്നെ അറിയാം VC പറഞ്ഞോണെ രജിസ്ട്രാറുടെ വരുമാനം, അതായത് രജിസ്ട്രാറുടെ ശമ്പളം കൊടുക്കില്ല എന്നുള്ള തീരുമാനത്തിലെത്തിയതും. രണ്ടാമത് ഗവർണർ ഒരിക്കൽ ആവശ്യപ്പെട്ടിരുന്നു സുരക്ഷയ്ക്ക് പോലീസുകാർ വേണമെന്ന്. പക്ഷേ അന്ന് DGP ഉൾപ്പെടെയുള്ളവരെ വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇത്തരത്തിൽ സർക്കാർ പറഞ്ഞിട്ടുണ്ട്, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഈ പറഞ്ഞത് രാജ്ഭവൻ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ നിയമിക്കാൻ പറ്റില്ല എന്നുള്ളത്. പക്ഷെ അതിനൊക്കെ ഇപ്പോൾ ഒരു സമാപ്തി വന്നിരിക്കുകയാണ്. ഗവർണർ എന്തു പറയുന്നു അതിപ്പോൾ അക്ഷരം പ്രതി മുഖ്യമന്ത്രി അനുസരിക്കുന്ന തലത്തിലേക്ക് എത്തിയിരിക്കുന്നു. അത് മുഖ്യമന്ത്രിക്ക് ബോധ്യമായി ഇത് കൈവിടുമെന്നുള്ളത്. അത് മുഖ്യമന്ത്രിക്ക് തന്നെ ദോഷമായിട്ട് മാറും. അതാണ്, അല്ലാതെ കേരളത്തിന് ദോഷമായിട്ടൊന്നും മാറത്തില്ല. പാർട്ടിക്ക് ദോഷമുണ്ടാകും, പക്ഷെ അതിനപ്പുറം പിണറായിക്ക് അതിൻ്റെ ദോഷം ഉണ്ടാകും എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് പിണറായി വിജയൻ ആർലേക്കറെ പോയി കണ്ടത്. ഇദ്ദേഹം വന്നു കഴിഞ്ഞ് കുറച്ച് നാൾ വളരെ ശാന്തനായിട്ട് നിന്നതാണല്ലോ. ഈ അമിത്ഷാ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത് ഒന്നും കാണാതൊന്നുമല്ല വിട്ടിരിക്കുന്നത്, വളരെ തന്ത്രപൂർവമായിട്ടുള്ള ചില നീക്കങ്ങൾ നടത്തുന്നതിന് വേണ്ടിയാണ്. നമ്മൾ പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ ഇവിടെ ഇനിയും അത് ആവർത്തിക്കേണ്ടി വരും. ആർലേക്കർ വലിയൊരു RSS പാരമ്പര്യമുള്ള ആളാണ്. പഠിക്കുന്ന കാലത്ത് മുതൽ തന്നെ അദ്ദേഹം ഗോവയിൽ മന്ത്രിയായിരുന്നു, അതുപോലെ ബീഹാറിൽ ഗവർണറായിരുന്നു. ആരിഫ് മുഹമ്മദ് ഖാൻ പോയി കഴിഞ്ഞപ്പോഴാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. ആരിഫ് മുഹമ്മദ് ഖാൻ അങ്ങനെ RSS ബന്ധമൊന്നുമില്ലല്ലോ, പക്ഷേ ഇത് RSS ബന്ധത്തിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ആരൊക്കെ കൂടി തീർച്ചപ്പെടുത്തിയാണ് ഇങ്ങോട്ടേക്ക് വിട്ടിരിക്കുന്നത്? എന്താണ് ഈ ഗവർണർ വന്നതിന് ശേഷമുള്ള കേരളത്തിൽ ഈ BJPയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള ചില തുടർ ചലനങ്ങൾ കൂടി നോക്കണം. BJPയുടെ ഭാഗത്ത് നിന്ന് മാത്രമല്ല, കേരളത്തിലെ ചില നിയമനങ്ങളിൽ ഉണ്ടായിട്ടുള്ള ചലനങ്ങൾ കൂടി നോക്കണം. പോലീസ് മേധാവിയായിട്ട് റവാഡ ചന്ദ്രശേഖർ വരുന്നത്, മറ്റൊന്ന് സദാനന്ദൻ മാസ്റ്റർ രാജ്യസഭാംഗമാകുന്നു, രാഷ്ട്രപതി നോമിനിയാണ്. CPMൻ്റെ അക്രമ രാഷ്ട്രീയം രാജ്യത്ത് തുറന്നു കാണിച്ചു കൊടുക്കുക എന്നാണ് അവർ ലക്ഷ്യം വെച്ചത്. അമിത്ഷാ കേരളത്തിൽ എത്തുന്നു 2 ദിവസത്തെ സന്ദർശനത്തിന്. അദ്ദേഹം തിരുവനന്തപുരത്ത് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, സ്വർണ്ണക്കള്ളക്കടത്ത് കേസുണ്ട്. അത് എടുത്തു പറഞ്ഞ കാര്യം അടിവരയിട്ടു. CPMനെയാണ് അമിത്ഷാ പ്രസംഗത്തിലുടനീളം കുത്തിയത്. CPMനെയും സർക്കാരിനെയുമാണ്. തിരിച്ച് കണ്ണൂരിൽ പോയി. കണ്ണൂരിൽ പോയതിൻ്റെ അവിടെ നിന്ന് തിരിച്ച് ഡൽഹിയിലേക്ക് പോയി കഴിഞ്ഞാൽ അതിനടുത്ത ദിവസമാണ് സദാനന്ദൻ മാസ്റ്റർ രാജ്യസഭാംഗമായിട്ടുള്ള ആ ഒരു പ്രഖ്യാപനം വരുന്നത്. അപ്പം ഇതൊന്നും നമ്മൾ നിസ്സാരമായിട്ട് ഒന്നിനെയും കാണാൻ പാടില്ല എന്നുള്ളത് തെളിഞ്ഞു വരികയാണ്. ഇതൊക്കെ പിണറായിക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ചില കാര്യങ്ങൾ കഴിഞ്ഞു കൊടുത്തില്ലെങ്കിൽ ബില്ലുകൾ ഒപ്പിടാതിരിക്കുന്നത് മാത്രമല്ല, സർവകലാശാല ബില്ലുകൾ ഉൾപ്പെടെ ഇങ്ങനെ ഗവർണറുടെ മുന്നിലുണ്ട്. ഗവർണർ പേന പിടിക്കണമെങ്കിൽ അഴിഞ്ഞു കൊടുത്തെങ്കിലല്ല പറ്റൂ. അല്ല, അതിനപ്പുറം പിണറായിയുടെയും കുടുംബത്തിൻ്റെയും വലിയ നിലനിൽപ്പിൻ്റെ പ്രശ്നം തന്നെ ഉണ്ടെന്നുള്ളതാണ്. സ്വർണ്ണക്കള്ളക്കടത്ത് ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞത് ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, അമിത്ഷാ പറഞ്ഞത്. സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമം തോന്നുന്നത് ഈ നേതാക്കന്മാർക്ക് കൊടി പിടിച്ച കുറേ SFI DYFI പ്രവർത്തകർ പാവങ്ങളെ കാണാനേ ഇല്ല എന്നുള്ളതാണ്. എന്തുവായിരുന്നു ജലപീരങ്കി, കണ്ണീർവാതകം, എന്തോരം ശരീരത്തിൽ വേദനയും ബുദ്ധിമുട്ടും ഒക്കെ, പിള്ളേർക്ക് അടിയൊക്കെ കൊണ്ട് എത്ര SFI പ്രവർത്തകരാണ് കൊടി പിടിച്ച് യൂണിവേഴ്സിറ്റി കിടന്ന് മലക്കം പറഞ്ഞത്. ഈ പിള്ളേരൊക്കെ ഇപ്പം എങ്ങോട്ട് പോയി? അവരുടെ ഒരു ദിവസം എത്ര ദിവസങ്ങളാണ് പോയത്? ഉണ്ട് ഉറങ്ങാതെയൊക്കെ കഷ്ടപ്പെട്ട് ഇവർക്ക് വേണ്ടിയിട്ട് നിരന്തരം കഷ്ടപ്പെടുന്ന അച്ഛനമ്മമാരെ എന്തു പറയും നമ്മൾ? ഈ DYFI പ്രവർത്തകർ എത്ര പേരുടെ പേരിൽ കേസ്? 10-26 പിള്ളേരുടെ ജീവിതമല്ലേ തുലാസിലായിരിക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത തവണ എങ്ങാനും
LDF സർക്കാർ വന്നു കഴിഞ്ഞാൽ ഓക്കെ, ഈ കേസൊക്കെ തേഞ്ഞു മാഞ്ഞു പോകും. വന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് അതുപോലെ തന്നെ കിടക്കുകയും ചെയ്യും. ഗവർണറെ ഇത് ചെയ്യുന്നതിനുള്ള കേസാണ്. അപ്പം അടുത്ത UDF അംഗമാണ് ഭരണത്തിൽ വരുന്നതെന്നുണ്ടെങ്കിൽ ഇതെല്ലാം പൊക്കിയെടുത്ത് അവന്മാർ ഇവരുടെ ഭാവിയല്ലേ പോകുന്നത്, ഈ SFI പ്രവർത്തകരുടെ പിള്ളേരുടെ ഭാവിയല്ലേ പോകുന്നത്. അപ്പോൾ ഈ നേതാക്കന്മാർക്ക് കൊടി പിടിച്ച ഈ പിള്ളേരെ എന്താണ് പറയാൻ? അതിപ്പോൾ എത്രയോ പേര് പാർട്ടിക്ക് വേണ്ടി ത്യാഗം ചെയ്ത് പോയിട്ടുണ്ട്. ഇത് ത്യാഗം ചെയ്തതിന് വേണ്ടിയല്ല. നമ്മൾ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് സാറ് അങ്ങനെ ചെറുതാക്കരുത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ അവരൊരു കാര്യത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അന്ന് പറഞ്ഞ കൈയും വെട്ടും കാലും വെട്ടും വേണ്ടി വന്നാൽ ഞങ്ങൾ തലയും വെട്ടും, ഞങ്ങൾ നേടിയിട്ടേ പോകൂ, ഒരു സംഘപരിവാറിനെ ഒരു RSS പ്രവർത്തനം ഇവിടെ വാഴിക്കില്ല എന്ന് പറഞ്ഞെടുത്ത് അത് പ്രവർത്തിച്ചെങ്കിലും കാണിച്ചിരുന്നെങ്കിൽ ഓക്കെ, അവർക്ക് ഒരു ആത്മാഭിമാനമെങ്കിലും തോന്നിയേനെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെങ്കിലും ഒരു. ഇത് മൊത്തത്തിൽ കൊണ്ടുവന്ന് അടിയറവ് വെച്ച് പോയില്ലേ സാർ? നാണക്കേടുള്ള പരിപാടിയല്ലേ. സ്വാശ്രയ കോളേജിനെതിരെ സമരം നടത്തിയതിൻ്റെതാണല്ലോ കൂത്തുപറമ്പിൽ കണ്ടത്. അവിടുന്നാണല്ലോ രക്തസാക്ഷി അവർക്ക് കിട്ടിയത്. പുഷ്പന്, ഞങ്ങളുടെ പുഷ്പനെ മറന്നോ എന്നും പറഞ്ഞ് കുറേ നാൾ ലാളിച്ചുകൊണ്ട് നടന്നല്ലോ. പുഷ്പൻ്റെ ജീവിതം പോയി, അത് പുഷ്പൻ അറിയുന്നില്ലല്ലോ. അല്ല, ഇന്നലെ എന്നിട്ട് അവരുടെ നമ്മൾ ഇപ്പം ചർച്ച മാറുന്നെങ്കിലും BSന്റെ ഒരു വിയോഗവുമായി ബന്ധപ്പെട്ട് അണികൾ ഉൾപ്പെടെ അനുഭാവികൾ ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അവസാന കമ്മ്യൂണിസ്റ്റ് നേതാവ് യാത്രയായി എന്നുള്ളതാണ്. ഇനി ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇനി എത്തരത്തിലാവുമോ എന്നുള്ളത് അറിയാം. എല്ലാം മുതലാളിത്ത പാർട്ടിയായിട്ട് മാറുകയാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇനി ഉണ്ടാവുമോ എന്നുള്ളത്. എന്തായാലും അവസാന കമ്മ്യൂണിസ്റ്റ് നേതാവിന് ഇന്നലെ നമ്മൾ യാത്ര അയച്ചു. ഇനി അത്തരത്തിൽ ഓച്ചാനിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ കുമ്മിട്ട് നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ നമുക്കിനി കാണാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇവരുടെ ഈ SFI പിള്ളേരുടെയൊക്കെ അതിക്രമത്തിൽ ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ തെരുവിലൊക്കെ ഇറങ്ങി നിന്ന് അവരോട് നേരിട്ടു. അതെ. പക്ഷേ ഇവിടെ തെരുവിൽ ഒന്നും ഇറങ്ങി നിന്ന് നേരിടത്തില്ല. ആർലേക്കർ ശാന്തനാണ്. ആ ശാന്തത കണ്ടിട്ടാണ് ഒരാൾ പറഞ്ഞത് അണലിപ്പാമ്പിനോട് ഉപമിച്ചത്. അണലിയുടെ സ്വഭാവം ശാന്തമായിട്ടത് കിടക്കുക എന്നുള്ളതാണ്. തക്കം കിട്ടുമ്പോൾ അത് നേരിടും എന്ന് പറഞ്ഞതുപോലെയാണ് ആർലേക്കർ ഭാരതാംബയുടെ ചിത്രവുമായിട്ടാണ് ഇങ്ങോട്ട് വന്ന് പലരെയും വെട്ടിലാക്കിയത്. ശിവൻകുട്ടിക്കൊക്കെ ഇനി എത്ര നാൾ തിരിഞ്ഞു നിൽക്കാൻ പറ്റും? ഏതായാലും രാജ്ഭവൻ കൈമാറിയ പട്ടികയിലെ പോലീസുകാർ തന്നെ ഗവർണറുടെ സുരക്ഷാ രക്ഷയ്ക്കെത്തും എന്നുള്ളതാണ്. പട്ടിക റദ്ദാക്കിയ നടപടി സർക്കാർ ഇപ്പോൾ പിൻവലിച്ചിരിക്കുകയാണ്. സർക്കാരിനെയും കൊണ്ട് തന്നെ അത് പിൻവലിപ്പിച്ചു എന്നുള്ള വാർത്തയാണ്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ള നടപടി. SI അടക്കം 5 പോലീസുകാരെയാണ് രാജ്ഭവനിലേക്ക് ഇപ്പോൾ നിയമിക്കുന്നത്. അതിനെതിരെയാണ് അന്ന് സർക്കാർ ആ നോട്ടീസ് ഇറക്കിയത്, ആ ഒരു നടപടി എടുത്തത്, രാജ്ഭവനിലേക്ക് അയക്കില്ല എന്നുള്ളത്. പക്ഷെ ഇപ്പം ആർലേക്കർ പറയുന്ന പോലീസുകാർ രാജ്ഭവനിലെത്തും. അപ്പോൾ പഴയ കാര്യം നടപടി സർക്കാർ റദ്ദാക്കി എന്നുള്ളതാണ്. സർവകലാശാല വിഷയത്തിലും ഗവർണറും സർക്കാരും തമ്മിൽ നടന്ന പോരിൻ്റെ തുടർച്ചയായിട്ടാണ് രാജ്ഭവൻ നൽകിയ പോലീസുകാരുടെ പട്ടിക സർക്കാർ വെട്ടിയത്. ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് മുറുകുന്നതിനിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരെ മാറ്റാൻ ഗവർണർ നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ആ വിവരങ്ങൾ ചോർത്തുന്നു എന്നുള്ളൊരു സംശയത്തിനാസ്പദമായിട്ടാണ് പോലീസുകാരെ മാറ്റാൻ പറഞ്ഞതും. എന്നാൽ സർക്കാർ ആ നടപടി സ്വീകരിച്ചില്ല. പക്ഷേ ഇപ്പോൾ രാജ്ഭവൻ ആർലേക്കർ പറയുന്ന ഏത് പോലീസുകാരാണോ അത് രാജ്ഭവനിലെത്തി. കാരണം ഇനിയിപ്പോൾ വഴങ്ങി കൊടുത്തേ പറ്റുള്ളൂ എന്നുള്ളതാണ്. കാരണം അത് ഞാൻ പറഞ്ഞില്ലേ, പിണറായി വിജയന് കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങി. കാരണം അമിത്ഷായുടെ വരവിന് ശേഷം പിന്നെ പിണറായിക്ക് ചില മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അമിത്ഷായുടെ വരവിന് ശേഷം അമേരിക്കയിൽ നിന്ന് വന്ന് ഈ കോട്ടയം മെഡിക്കൽ കോളേജ് അപകടം, വിദ്യാഭ്യാസ ഇത് മൊത്തത്തിലുള്ള പ്രശ്നങ്ങൾ കാരണം മുഖ്യനൊന്ന് ഒതുങ്ങിയിട്ടുണ്ട്. ഇന്നലത്തെ VSന്റെ ഒരു യാത്ര, VSന് കൊടുത്ത ഒരു അനുശോചന സമ്മേളനത്തിൽ പോലും നമ്മുടെ ആ പഴയ മുഖ്യമന്ത്രി അല്ല, ഇരട്ടച്ചങ്കനെയല്ല കാണാൻ കഴിഞ്ഞത്. വല്ലാതെ മാറിയിരിക്കുന്നു.